മരുഭൂമിക്ക് നടുവിലെ ഈ ഈജിപ്ഷ്യൻ പിരമിഡുകൾ മനുഷ്യർ ഉണ്ടാക്കിയതാണോ അതോ ഏലിയൻസ് ഉണ്ടാക്കിയതാണോ? ഇതൊക്കെ ഏലിയൻസ് വന്ന് നിർമ്മിച്ചതാണ് എന്ന തിയറികളിൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റാണെന്ന് തെളിയിക്കുന്ന ശാസ്ത്രലോകം ഒരു വമ്പൻ കണ്ടെത്തൽ 2024 നടന്നു. ആ രഹസ്യം എന്താണെന്ന് അറിയണോ? വാ നോക്കാം. സ്യൂഡോ ആർക്കിയോളജി വാദങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഏൻഷ്യന്റ് ആസ്ട്രോനോട്സ്. എറിക് വോൺ ഡാനിഗിനെ പോലുള്ള എഴുത്തുകാർ പ്രചരിപ്പിച്ച ഈ തിയറി പ്രകാരം പണ്ട് ഏലിയൻസ് ഭൂമിയിൽ നിന്ന് മനുഷ്യരെ സഹായിച്ചു എന്നാണ് ഇവർ വാദിക്കുന്നത്. പെറുവിലെ നാസ്ക ലൈനുകൾ ഏലിയൻസിന്റെ റൺവേ ആണെന്നും ഈസ്റ്റേൺ ദ്വീപിലെ കൂറ്റൻ കൽപ്രതിമകൾ അവർ വായുവിൽ ഉയർത്തിക്കൊണ്ട് വെച്ചതാണെന്നുമൊക്കെ ഇവർ വാദിച്ചു. മനുഷ്യരുടെ കഴിവുകളെ എന്തുകൊണ്ട് അവർ വില കുറിച്ചു കണ്ടു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കും അറിയില്ല. എന്നാൽ ശാസ്ത്രം തെളിവുകൾ വെച്ചാണ് സംസാരിക്കുന്നത്. പിരമിഡുകൾ നിർമ്മാണത്തിന്റെ മേൽനോട്ടക്കാരനായിരുന്ന മെറർ എഴുതിയ ദിവസക്കുറിപ്പുകൾ അടങ്ങിയ പെപ്പറൈസ് രേഖകൾ പ്രകാരം ടൂറ എന്ന സ്ഥലത്ത് നിന്ന് വലിയ ചുണ്ണാമ്പ് കല്ലുകൾ വെട്ടിയെടുത്ത് ബോട്ടുകൾ കയറ്റി ജലമാർഗം വഴിയാണ് നിർമ്മാണ സ്ഥലത്തേക്ക് എത്തിച്ചു എന്ന് അത് കൃത്യമായി പറയുന്നുണ്ട്. ആദ്യകാലത്ത് നിർമ്മിച്ച ലളിതമായ തറകളിൽ, അതായത് മസ്തബകളിൽ നിന്ന് പരീക്ഷണങ്ങൾ നടത്തിയാണ് അവർ പിരമിഡ് ഡിസൈനിലേക്ക് എത്തിയത്. നിർമ്മാണത്തിനിടയിൽ പറ്റിയ പിഴവുകൾ വരെ അവർ നടത്തിയ പരീക്ഷണങ്ങളുടെ ശാസ്ത്രീയ തെളിവാണ്. ആയിരക്കണക്കിന് തൊഴിലാളികൾ താമസിച്ച ഗ്രാമങ്ങളും അവർ ഉപയോഗിച്ച ചെമ്പുളികളും ഉപകരണങ്ങളും ആർക്കിയോളജിസ്റ്റുകൾ ഖനനം ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇവിടെ എല്ലാവരും ഒരു ചോദ്യം ചോദിച്ചു. പപ്പറൈസ് രേഖകൾ ബോട്ട് വഴി കല്ലുകൾ കൊണ്ടുവന്നു എന്ന് പറയുന്നുണ്ടെങ്കിലും ഇതിനു ചുറ്റും മരുഭൂമിയല്ലേ? അവിടെ എവിടെ നിന്നാണ് ബോട്ട് ഓടിക്കാൻ വെള്ളം? ഇതിനാണ് 2024 അമേരിക്കയിലെ യൂണിവേഴ്സിറ്റി ഓഫ് നോർത്ത് കരോലിന വിൽമിംഗ്ടൺ തെളിവ് കണ്ടെത്തി. സാറ്റലൈറ്റ് റഡാർ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് മണ്ണിനടിയിൽ നടത്തിയ പരിശോധനയിൽ അവർ ഒരു കാര്യം കണ്ടെത്തി. അഹ്റമദ് നദി ഇന്ന് കാണുന്ന വറ്റിവരണ്ട മരുഭൂമിക്കടിയിൽ ഏകദേശം 64 കിലോമീറ്റർ നീളത്തിൽ നൈൽ നദിയുടെ ഒരു കൂറ്റൻ ശാഖ ഒഴുകിയിരുന്നു. ഗിസയിലെ പ്രശസ്തമായ പിരമിഡുകൾ ഉൾപ്പെടെ 31 പിരമിഡുകൾ ഈ പുരാതന നദീശാഖയുടെ സമീപത്തായി സ്ഥിതി ചെയ്യുന്നതായി പഠനം കണ്ടെത്തി. അന്ന് ഈജിപ്തുകാർ കല്ലുകൾ ബോട്ടുകളിൽ കയറ്റി കൊണ്ടുവന്നത് ഈ വാട്ടർ ഹൈവേ വഴിയാണ്. അപ്പോ പാപ്പറൈസ് രേഖകൾ പറഞ്ഞത് എത്രമാത്രം ശരിയാണ്? ചുരുക്കത്തിൽ പിരമിഡുകൾക്ക് പിന്നിൽ ഏലിയൻസ് മാജിക്കോ സൂപ്പർ പവറോ അല്ല, പുരാതന ഈജിപ്ഷ്യൻ ജനതയുടെ അവിശ്വസനീയമായ എഞ്ചിനീയറിംഗ് പ്രാഗൽഭ്യവും കൃത്യമായ ആസൂത്രണവുമാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ.